ശബരിമല നെയ്ക്രമക്കേടിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട ദേവസ്വം മന്ത്രി കെ മുരളീധരൻ ആഭ്യന്തരമന്ത്രിക്ക് കത്ത് നൽകി. ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകൾ മുഴുവനും വിജിലൻസിന്റെ പരിശോധനയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ആവശ്യം. ഹൈക്കോടതി നിർദ്ദേശിച്ച കാര്യങ്ങൾക്ക് പുറമെയുള്ള കാര്യങ്ങളും അന്വേഷണ വിധേയമാക്കണമെന്നും ദേവസ്വം മന്ത്രി. ഏതായാലും ശബരിമല നെയ്ക്രമക്കേടിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട ആഭ്യന്തരമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുകയാണ് ദേവസ്വം മന്ത്രി കൂടിയായ കെ മുരളീധരൻ. ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ മാത്രമല്ല, മറ്റു കാര്യങ്ങൾ കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. ഈ പരിശോധനയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എല്ലാം വിശദമായി തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കത്ത് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന് കെ മുരളീധരൻ നൽകിയിരിക്കുന്നത്. ഹൈക്കോടതി നിർദ്ദേശിച്ച കാര്യങ്ങൾക്ക് പുറമെയുള്ള കാര്യങ്ങളും അന്വേഷണ വിധേയമാക്കണം എന്നും ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. സിജോ വി ജോൺ നൽകും വാർത്തയുടെ വിവരങ്ങൾ. സിജോ, ഈ കത്തിന്റെ ഉള്ളടക്കം എന്താണ്? എന്തൊക്കെ ആവശ്യങ്ങളാണ് ആഭ്യന്തര വകുപ്പിനോട് ദേവസ്വം വകുപ്പ് നടത്തുന്നത്? സ്പെഷ്യൽ ടീമാണ് അന്വേഷിക്കുന്നത്, വിജിലൻസിന്റെ സ്പെഷ്യൽ ടീം. ഈ സ്പെഷ്യൽ ടീം അന്വേഷിക്കുന്നത് വിജിലൻസിന്റെ സ്പെഷ്യൽ ടീം. ഈ സ്പെഷ്യൽ ടീം അന്വേഷിക്കുന്നതിന് മുമ്പ് നേരത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ മുന്നോട്ട് വെച്ചിരുന്നത് ഇതൊരു ക്രിമിനൽ ഗൂഢാലോചനയൊക്കെ നടന്നിട്ടുള്ള കേസാണ്, അതുകൊണ്ട് അതൊരു ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്നാണ്. പക്ഷേ ഇപ്പോൾ ദേവസ്വം മന്ത്രി കാര്യം തിരുത്തിയിരിക്കുകയാണ്. അതായത് ഒരു സ്പെഷ്യൽ ടീമാണ് നിയമിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായും ഈ ക്രിമിനൽ വശവും കൂടി ഈ സ്പെഷ്യൽ ടീമിനെ അന്വേഷിക്കാം. പക്ഷേ ആ ടീം ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന അന്വേഷണം മാത്രമല്ല, അതിനപ്പുറത്തേക്കുള്ള പരിധിയിൽ വരുന്ന വിവരങ്ങൾ കൂടി പരിശോധിക്കണം. ദേവസ്വം വിജിലൻസ് ഇതിനെക്കുറിച്ച് ചില കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. ആ കണ്ടെത്തലുകൾ പൂർണ്ണമായും ഇപ്പോഴുള്ള ഈ SITയുടെ അന്വേഷണ പരിധിയിലേക്കും വരണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ദേവസ്വം വകുപ്പ് മന്ത്രി മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ സ്വാഭാവികമായും ആഭ്യന്തര വകുപ്പ് ഈ സ്പെഷ്യൽ ടീമിന് അതുകൂടി അന്വേഷണ പരിധിയിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെടാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുകയും ചെയ്യുന്നത്.